രാത്രി കിടക്കുമ്പോൾ പാട്ട്, പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കേട്ടിട്ട് ഉറങ്ങുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും ഇയർഫോൺസ് അല്ലെങ്കിൽ ഇയർബഡ്സ് ഉപയോഗിച്ചാണ് ഉറങ്ങാറ്. പാട്ട് കേട്ടിട്ട് കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരുമെന്ന് ചിലർ പറയുന്നുണ്ട്. ഡോക്ടർമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയം കൂടുതൽ വോളിയത്തിൽ നമ്മൾ ഓഡിയോ കേട്ടോണ്ടിരുന്നാൽ നമ്മുടെ ഹിയറിംഗിനെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. പ്രശ്നം വോളിയം മാത്രമല്ല, ഇയർബഡ്സ് കൂടുതൽ നേരം നമ്മൾ ചെവിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെവിക്കുള്ളിൽ ഈർപ്പം കൂടുകയും അത് കാരണം ബാക്ടീരിയ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, തുടക്കത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോൾ ചെവിക്കുള്ളിൽ ഇയർഫോണിന്റെ പ്രഷർ കാരണം നമുക്ക് ചെവി വേദന ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല, അത് പതുക്കെ പതുക്കെയാണ് നമുക്ക് ആ ഇഷ്യൂ ഉണ്ടാകുന്നത്. ആദ്യം ചെറിയ മാറ്റങ്ങളായിരിക്കും. ടി വി ഒക്കെ കാണുമ്പോൾ നമ്മുടെ ടിവിയുടെ വോളിയം നമുക്ക് കൂടുതൽ വെക്കാനായിട്ട് തോന്നും. മറ്റുള്ളവർ പറയുന്നത് നമുക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷെ പലരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഡോക്ടർമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയർഫോൺ അല്ലെങ്കിൽ ഇയർബഡ്സ് ഉപയോഗിക്കുമ്പോൾ 60% വോളിയത്തിന് താഴെ ആയിരിക്കണം യൂസ് ചെയ്യാൻ. അങ്ങനെ ഉപയോഗിച്ചാലും കൂടുതൽ സമയം യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു ചോദ്യം, നിങ്ങൾ ഇയർഫോൺ അല്ലെങ്കിൽ ഇയർബഡ്സ് കാതിൽ വെച്ചോണ്ടാണ് ഉറങ്ങുന്നത്? അതോ ഉറങ്ങുന്നതിന് മുമ്പ് പാട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇയർഫോൺ മാറ്റി വയ്ക്കുന്ന ആൾക്കാരാണോ? താഴെ കമന്റ് ചെയ്യാം. വീണ്ടും ഇതുപോലെ പുതിയ അറിവുകളുമായി വീണ്ടും വരും.